എല്ലാ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. 2026 കേരളം പുതിയ ഒരു നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. പുതിയൊരു ഭരണകൂടം വരാൻ പോകും. കേരളത്തിൽ പ്രബലമായ രണ്ട് മുന്നണികളാണ് ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് LDF, UDF. പക്ഷേ 2026 ഒരു ത്രികോണ മത്സരങ്ങൾക്കാണ് കേരളം മുഴുവൻ സാധ്യത. അത് മലപ്പുറം ജില്ലയെ മാറ്റി നിർത്തിയ, അതായത് NDA നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് താഴ്ത്തി നിർത്താൻ കഴിയില്ല. ഞങ്ങൾ ഓരോ ജില്ലകളിലും നിയോജകമണ്ഡലങ്ങളിൽ ഒരുപാട് പേരെ കണ്ട് രഹസ്യമായും പരസ്യമായിട്ടൊക്കെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കണ്ട ചില സത്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു എന്നതാണ്. ഞാൻ ഇതിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തിരുവനന്തപുരം ജില്ലയിൽ ഈ നിയോജക മണ്ഡലങ്ങളിൽ വന്നിട്ടുള്ള വ്യത്യാസം നമുക്കൊരു തലയ്ക്കുന്ന കാട്ടാക്കടയിൽ നിന്നാണ്. 14 നിയോജക മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം. ഈ തിരുവനന്തപുരം ജില്ല മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാട്ടാക്കടയാണ്. ഈ കാട്ടാക്കട നിയോജക മണ്ഡലത്തില് ഒരു ചെറിയ അന്വേഷണം ഞങ്ങൾ നടത്തിയ സമയത്ത് കാട്ടാക്കട നിയോജക മണ്ഡലം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്. LDF, UDF തമ്മിലുള്ള ശക്തമായ മത്സരം നടക്കുമ്പോഴും അവിടെ BJP ഒരു നിർണായക ശക്തിയായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ അവിടെ ഈ 2026 തെരഞ്ഞെടുപ്പിൽ UDF-നാണ് അവിടെ സാധ്യത. കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് കണ്ടത് UDF-നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാട്ടാക്കട മണ്ഡലം UDF-ന്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ നിരീക്ഷണത്തിൽ മനസ്സിലാവുന്നത്. വർക്കലയും അങ്ങനെ തന്നെ. വർക്കല ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തുകളിലൂടെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ പോയപ്പോ ഇടവ, പള്ളിക്കൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ പോയ ഒരുപാട് പേരെ കണ്ടുമുട്ടിയ സമയത്ത് വർക്കല ശരിക്ക് LDF-നാണ് സാധ്യത ജനങ്ങളുടെ സമ്മർദ്ദം അനുസരിച്ച് കാണാൻ സാധിക്കും. ഇപ്പൊ 14-ൽ 2 ഒന്ന് UDF, ഒന്ന് LDF ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെയ്യാറ്റിൻകര ചെല്ലുമ്പോ അവിടെ ചെറിയൊരു വ്യത്യാസത്തിൽ UDF തന്നെയായിരിക്കും അവിടെ ജയിക്കുക എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവിടെ 2ാം സ്ഥാനത്തിന് ശക്തമായ മത്സരമാണ് നടക്കുന്നത്. BJP-യും LDF-ഉം തമ്മിലുള്ള മത്സരം ഭയങ്കരമാണ്. ഞങ്ങൾക്ക് കിട്ടിയതനുസരിച്ച് അവിടെ 2ാം സ്ഥാനത്ത് BJP വരാനാണ് സാധ്യത എന്നുള്ളതാണ്. അത്രയ്ക്കധികം ജനപിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ NDA-ക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലായത്. കോവളം നിയോജകമണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞ ഒരു ഗോൾഡൻ ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത്. കോവളം നിയോജകമണ്ഡലത്തില് ആര് ജയിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ സംശയമായിരുന്നു. കാരണം ഒരുപാട് പേര് BJP ജയിക്കുമെന്ന് പറഞ്ഞവരടക്കമുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും രസകരമായ രസം. ഈ ബാലരാമപുരം ഒക്കെ പോയ സമയത്തൊക്കെ അവിടെയൊക്കെ ഭൂരിപക്ഷ ആളുകളും ഞങ്ങളോട് BJP-ക്കാണ് സാധ്യത, ഇനി ഇവിടെ BJP മതി എന്ന് പറഞ്ഞവർ വരെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് മറ്റുള്ള കാഞ്ഞിരംകുളം, കരിങ്കുളം, കോട്ടുകൾ, വിഴിഞ്ഞ ആ ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ ചെറിയ വേരിയേഷൻസ് LDF-ഉം UDF-ഉം തമ്മിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോവളം അടുത്ത പ്രാവശ്യത്തെ 2026 BJP-യുടെ ഒപ്പം നിൽക്കും എന്നുള്ളതാണ്. ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും BJP ജയിക്കാനുള്ള സാധ്യത അവിടെ കാണുകയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പാറശാലയാണ്. പാറശാലയിൽ പോയ സമയത്ത് ഞങ്ങൾക്ക് ഇതേ അനുഭവം ഉണ്ടായി. പക്ഷെ പാറശാല LDF-ന് ജയിക്കാൻ സാധ്യത കുറവാണ്. UDF അവിടെ ജയിക്കും. അവിടെ UDF-ന്റെ ഒരു നല്ല ശക്തി കേന്ദ്രമായിട്ടാണ് തോന്നിയത്. അവിടെ ആര്യങ്കൂടും, അതേപോലെ തന്നെ കോലായിലും, കുന്നത്തുകാലും, ഒറ്റശേഖരമംഗലം ഒക്കെ ഒരു UDF-ന്റെ തരംഗമാണ് ഞങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്തത് പോയ സമയത്ത്. അടുത്തത് നേമമാണ്. നേമ നിയോജകമണ്ഡലം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വലിയ അബദ്ധമാണ് പറ്റിയത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ആ അബദ്ധം പറ്റില്ല എന്നാണ് അവിടെ ഭൂരിപക്ഷ ആളും പറഞ്ഞത്. അവിടെ ജയിച്ച ആളും ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, അവിടെ തോൽപ്പിക്കാൻ വേണ്ടി വന്ന UDF-കാരനും മൈൻഡ് ചെയ്യുന്നില്ല. ശരിക്കും നിയമത്തിന് കിട്ടേണ്ട ഒരുപാട് വികസനങ്ങൾ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നവരാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. വൻ ഭൂരിപക്ഷത്തിൽ BJP ഏത് സ്ഥാനാർത്ഥിയെ നിർത്തും എന്നുള്ളതും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു ജനസമ്മതനായ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയാൽ ആ നിയമ നിയോജകമണ്ഡലം വൻ ഭൂരിപക്ഷത്തിൽ BJP ജയിക്കുമെന്ന് ഞങ്ങൾ കണ്ടതിലെ ഒരു 80% ആളുകൾ BJP-യെയാണ് അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വളരെ തുലവും തുച്ഛ മാത്രമാണ് LDF-നും UDF-നും അവിടെ ആളുകൾ പിന്തുണച്ചത് എന്നുള്ളതാണ് കാണാൻ സാധിച്ചത്. അത് രഹസ്യമായിട്ടുള്ള അന്വേഷണം നടത്തുമ്പോൾ എല്ലാവരും BJP-യുടെ പേരാണ് പറയുന്നത്. കാരണം അവർ പരസ്യമാക്കാൻ തയ്യാറാവാത്ത അവസ്ഥ. പിന്നെ വരുന്നത് തിരുവനന്തപുരം. തിരുവനന്തപുരം തന്നെ ഈ ഇലക്ഷനിൽ BJP-ക്കാണ് അവിടെ സാധ്യത കാണുന്നത്. നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനസമ്മതനായ സ്ഥാനാർത്ഥി ആരെന്നുള്ളതൊക്കെ നെക്സ്റ്റ് എപ്പിസോഡുകളായിട്ട് നമുക്ക് സൂചനകൾ പറയാൻ സാധിക്കും. നിർത്തുകയാണെന്നുണ്ടെങ്കിൽ BJP അവിടെ നല്ല ഒരു ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും. അവിടെ LDF-ഉം UDF-ഉം 2-3 സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.
ഇതുപോലെ തന്നെ ഒരു ശക്തി ദുർഗമാണ് സാധ്യത വട്ടിയൂർക്കാവ് BJP ജയിക്കാനാണ് സാധ്യത നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് UDF-ഉം BJP-യും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്. നേരിയ ഭൂരിപക്ഷത്തിന് UDF അല്ലെങ്കിൽ BJP ആണ് അവിടെ ജയിക്കാനുള്ള സാധ്യത. വട്ടിയൂർക്കാവില് ഇനി മറ്റൊരു സാധ്യത അവിടെ കാണുന്നില്ല. അവിടെ ഞങ്ങൾ ഈ വട്ടിയൂർക്കാവ് പഞ്ചായത്തും അവിടെയൊക്കെ പോയ സമയത്തൊക്കെ നമുക്ക് കോർപ്പറേഷന്റെ ഒരു ഭാഗമായിരുന്നു. അപ്പൊ അവിടെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ BJP-യും UDF-ഉം തരത്തിനോട് തരം ഫൈറ്റാണ് അവിടെ കണ്ടത്. അവിടെയും ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും അവിടെ UDF-നാണ് സാധ്യത ഞങ്ങൾ കണ്ടത്. കഴക്കൂട്ടത്ത് ചെന്നപ്പോഴാണ് ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത്. ഞങ്ങൾ രണ്ടാമത്തെ സർവേ പോകുന്നുണ്ട്, പക്ഷെ എങ്കിൽ പോലും കഴക്കൂട്ടത്ത് ചെന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് കഴക്കൂട്ടത്ത് ശ്രീകാര്യം, അതേപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷന്റെ ചെറിയ ഭാഗം കഴക്കൂട്ടം, ഈ ഭാഗത്തൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ BJP തരംഗമാണ് കണ്ടത്. ഇപ്പോഴത്തെ BJP-യുടെ ഈ ഒരു നിസ്വാർത്ഥമായ പോക്കിനെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് പലരും. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടം ജയിക്കാനുള്ള സാധ്യത BJP തന്നെയാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നീട് അരുവിക്കര ചെല്ലുമ്പോൾ അരുവിക്കര ഒരു LDF-ന്റെ വിജയ സാധ്യത ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന മണ്ഡലമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അരുവിക്കരയുടെ ഭൂരിപക്ഷ മേഖലകളിലും ഒരു LDF-ന്റെ തരംഗം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു ഭരണപക്ഷത്തിനോടുള്ള ഒരു എതിർപ്പൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു എന്താ പറയാ ഒരു എതിർപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക്. പക്ഷെ LDF-ന്റെ ഒരു കോട്ടക്കൊത്തളം പോലെയാണ് അത് നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ വന്നത് വാമനപുരമാണ്. വാമനപുരം തന്നെ ഒരു UDF തരംഗമാണ്. UDF-നാണ് അവിടെ സാധ്യത കൽപ്പിച്ചിട്ടുള്ളത്. ജനങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. അവിടുത്തെ നെല്ലനാട്, പുല്ലമ്പാറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു UDF തരംഗം. അവിടുത്തെ LDF-കാർ പോലും ഇനി ഇവിടെ UDF മതി കേരളം ഭരിക്കുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥ ശരിക്കും അവിടെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി, കരകുളം, അതേപോലെ തന്നെ പോത്തങ്കോട്, വെമ്പായം ഈ സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ ശരിക്കും അവിടെ ഒരു ചാഞ്ചാട്ടം. രണ്ടാം സ്ഥാനമാണ് അവിടെ ഏറ്റവും പ്രധാനം. BJP-ആണ് സാധ്യത. ഒന്നാം സ്ഥാനം അവിടെ UDF-നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയൊക്കെ മൂന്നാം സ്ഥാനത്തേക്ക് ശരിക്കും തള്ളപ്പെടുന്നത് LDF ആണെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ രണ്ട് നിയോജകമണ്ഡലം ചിറയൻകീഴില് ഞങ്ങൾ അഞ്ചുതെങ്ങ്, അഴൂര്, ചിറയൻകീഴ്, കടക്കാവൂര് ഇവിടെയൊക്കെ പോയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അവിടെ LDF-ന്റെ ഒരു തരംഗമാണ് കണ്ടത്. ഇത്രയൊക്കെ കേരളം കടത്തിൽ മുക്കിക്കളഞ്ഞു എന്നുള്ളതൊക്കെ അവിടെ പലരും പ്രചരിപ്പിക്കുമ്പോഴും അവിടെ ഒരു LDF-ന്റെ കേട്ട വോട്ടിന്റെ തരംഗം അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ആറ്റിങ്ങൽ നിയോജകമണ്ഡലം, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി, അതുപോലെ കരവാരം, കിളിമാനൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു എന്താ പറയാ UDF തരംഗം തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിലും അവിടെ BJP ഒരു നിർണായക ശക്തിയായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ സാധിച്ചു. ശരിക്കും ഈ 14 നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങളുടെ യാത്രയിൽ ഈ തരത്തിലുള്ള ഒരു തരംഗമാണ് അനുഭവിക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അടുത്ത ജില്ലയിലെ നിയോജകമണ്ഡലങ്ങളിലെ കാഴ്ചപ്പാടുകളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നിറഞ്ഞ നമസ്കാരം. ഗുഡ് ബൈ.